DC മുംബൈ മാച്ച് ഒരു വേറെ ലെവൽ മാച്ച് എന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാ ടീമുകളും ഇപ്പോൾ 250 റൺസിന് മുകളിൽ എടുക്കുകയാണ്. സാധാരണ 200 റൺസിന് മുകളിൽ എടുത്താൽ അതൊരു ബിഗ് സ്കോർ എന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 250 മുകളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഒരു 300 ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുംബൈ താരങ്ങളൊക്കെ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും. അത് നമുക്ക് ഗെയിമിൻ്റെ എൻഡിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും അമ്പയറിനോട് ചൂടാകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് സ്ലോ റേറ്റ് പ്രോബ്ലം തന്നെയായിരുന്നു. അതായിരുന്നു രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സർക്കിളിന് പുറത്തിരിക്കുന്ന ഒരു ഫീൽഡറിനെ അകത്തേക്ക് കയറ്റണം സ്ലോ റേറ്റ് വന്നു കഴിഞ്ഞാൽ. സോ അവിടെ അമ്പയർ അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യ അമ്പയർക്ക് നേരെ തർക്കം അവിടെ ഡഗ് ഔട്ടിലുണ്ട്. അതായത് നമ്മൾ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യ അമ്പയറിനോട് പറഞ്ഞത് അത് നമ്മുടെ DC ആ സ്ലോ റേറ്റ് ലംഘിച്ചു. അതുകൊണ്ട് തന്നെ സർക്കിളിന് പുറത്തുള്ള ഒരു ഫീൽഡറിനെ അകത്തേക്ക് കയറ്റണം. അത് സ്ലോ റേറ്റ് വരുന്ന ഒരു റൂളാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് അമ്പയറും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയൊക്കെ തമ്മിൽ അവിടെ കാണാൻ സാധിച്ചത്. അതായിരുന്നു അവിടെ കണ്ടത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.